ജന്തർ മന്ദിർ മാതൃകയിൽ വീണ്ടും സമരമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് സി.ജെ.പി. പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സി.ജെ.പി. ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ റദ്ദാക്കണമെന്ന് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതിന് പട്ടിക കൈമാറാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. നാളെ ചേരുന്ന നിർവാഹക സമിതി യോഗം ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും സി.ജെ.പി. അറിയിക്കുന്നുണ്ട്. ആനന്ദ് മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നാഷണൽ ഡെസ്കിൽ നിന്നും ആനന്ദ്, എങ്ങനെയാണ് സി.ജെ.പി. എന്ന കൂട്ടായ്മ രൂപപ്പെട്ടതെന്നും അവർ എങ്ങനെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രതിഷേധം നടത്തിയതെന്നും അതേ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എങ്ങനെ ഉണ്ടായെന്നൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എടുത്ത പോലീസ് കേസുകൾ പിൻവലിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ സി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നവയിലുണ്ട്. അതൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ പാലിച്ചിട്ടില്ല എന്നാണ് സി.ജെ.പിയുടെ ആരോപണം. ഇപ്പോൾ ഏത് തരത്തിൽ വീണ്ടും ഒരു സമരമുഖവുമായി എത്താനാണ് സി.ജെ.പി. ആലോചിക്കുന്നത്? നാളത്തെ യോഗം വളരെ നിർണായകമാണല്ലോ. അരുണ്യ, തീർച്ചയായും ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് സി.ജെ.പി. മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അഭിജിത് ദീപ്കെ പ്രധാന നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കൃത്യമായ സംഘടനാ രൂപം ഈ കോക്രോച്ച് ജനതാ പാർട്ടി അവർ യോഗം ചേർന്നുകൊണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് ഒരു കൃത്യമായൊരു മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ട് രാജ്യവ്യാപകമായി യുവാക്കൾക്കും പൊതുവെ പുതിയ തലമുറയ്ക്കും ഇടയിലേക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമോ ആ നിലയിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു തുടർ സമരം എന്ന നിലയിൽ തന്നെ ഈ ജന്തർ മന്ദറിൽ നടന്നതിന് സമാനമായ സമരത്തിലേക്ക് കടക്കും എന്ന ഒരു സൂചന നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിന് പ്രധാനമായും അവർ ചവിട്ടുപടിയായി ആദ്യം മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ അരുണ്യ സൂചിപ്പിച്ചത് തന്നെയാണ്. നേരത്തെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജീവിതം തന്നെ പ്രതിസന്ധിയിലായി 20-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് വലിയ ധനസഹായം ഉറപ്പാക്കുമെന്നൊരു ഉറപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സി.ജെ.പി. പ്രക്ഷോഭകാരികൾക്ക് ലഭിച്ചിരുന്നു. ആ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് അവരുടെ അടുത്ത ഘട്ടത്തിലുള്ള സമരത്തിന്റെ ആദ്യ കാരണമായി പറയുന്നു. മറ്റൊന്ന്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളുടെ പേരിൽ ചുമത്തപ്പെട്ടുള്ള കേസുകൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഇതും തങ്ങൾക്ക് നൽകിയ ഉറപ്പിന്റെ ലംഘനമാണ് എന്നവർ പറയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ അടുത്ത ഒരു സമരത്തിന്റെ പടിയിലേക്ക് കടക്കുന്നത് എങ്കിലും സ്കൂൾ ടീക്കറും അടക്കമുള്ള ഈ പുതിയ കാലത്തും നമ്മുടെ രാജ്യത്തെ സ്കൂളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശോചനീയാവസ്ഥയും ദുരന്ത സമാനമായ സാഹചര്യങ്ങളും തുറന്നു കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ കൃത്യമായി അവർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ചേർന്ന നിർവാഹക സമിതി ഭാവി പരിപാടികൾ സി.ജെ.പി. എങ്ങനെ കൂടുതൽ ജനകീയമാക്കി, കൂടുതൽ പേരിലേക്ക്, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പുതിയ തലമുറയിലേക്ക് എങ്ങനെ സ്വീകാര്യമാക്കി നടത്തിയെടുക്കാം എന്ന നിലയിലുള്ളൊരു ആലോചനയിലേക്ക് കടക്കാൻ ഉള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ തരത്തിലുള്ളൊരു നിർണായകമായ യോഗമായിരിക്കും നാളെ സി.ജെ.പിയുടെ നേതൃത്വത്തിൽ ചേരുക. അരുണ്യ, ശരി, ഇനി ഏത് തരത്തിലാണോ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ സി.ജെ.പി. ആലോചിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആനന്ദ് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.